കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? പള്ളിവാസലാണ് കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി. എന്താണ്? കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? പള്ളിവാസലാണ് കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി. അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതലുള്ള വാതകം ഏതാണ്? നൈട്രജനാണ് അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതലുള്ള വാതകം. ഏതാണ്? അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതലുള്ള വാതകം നൈട്രജനാണ്. ക്ലോറിൻ വാതകം കണ്ടെത്തിയത് ആരാണ്? കാൾ ഷീലെയാണ് ക്ലോറിൻ വാതകം കണ്ടെത്തിയത്. ആരാണ്? കാൾ ഷീലെയാണ് ക്ലോറിൻ വാതകം കണ്ടെത്തിയത്. 2024 ലോകാരോഗ്യ ദിന പ്രമേയം എന്തായിരുന്നു? എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം എന്നുള്ളതാണ് 2024 ലോകാരോഗ്യ ദിന പ്രമേയം. 51ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? സഞ്ജീവ് ഖന്നയാണ് 51ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. ചോദ്യങ്ങൾ നമ്മൾ ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? പള്ളിവാസലാണ് കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി. അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതലുള്ള വാതകം ഏതാണ്? നൈട്രജനാണ് അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതലുള്ള വാതകം. ക്ലോറിൻ വാതകം കണ്ടെത്തിയത് ആരാണ്? കാൾ ഷീലെയാണ് ക്ലോറിൻ വാതകം കണ്ടെത്തിയത്. 2024 ലോകാരോഗ്യ ദിന പ്രമേയം എന്താണ്? എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം എന്നുള്ളതാണ് 2024 ലോകാരോഗ്യ ദിന പ്രമേയം. 51ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? സഞ്ജീവ് ഖന്നയാണ് 51ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് ചെയർമാൻ ആരാണ്? കേരളത്തിലെ സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് ചെയർമാൻ മുഖ്യമന്ത്രിയാണ്. ഓരോ കാലഘട്ടത്തിലും ആരാണോ അതത് സമയത്തെ മുഖ്യമന്ത്രിയായിരിക്കുന്നത് അദ്ദേഹമാണ് സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡിൻ്റെ ചെയർമാൻ. നിലവിൽ പിണറായി വിജയനാണ് സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് ചെയർമാൻ, മുഖ്യമന്ത്രിയാണ് കേരളത്തിൽ. കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നിലവിലെ ചെയർമാൻ ആരാണ്? എ ഷാജഹാനാണ് കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നിലവിലെ ചെയർമാൻ. സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ്റെ ചെയർമാൻ ആരാണ്? എ റഷീദാണ് കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ്റെ ചെയർമാൻ. കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ ആരാണ് നിലവിൽ? മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാരാണ് കേരള സംഗീത നാടക അക്കാദമിയുടെ നിലവിലെ ചെയർമാൻ. ആൻഡമാനിന് ഏറ്റവും അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ്? ആൻഡമാനിന് ഏറ്റവും അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന രാജ്യം മ്യാൻമറാണ്. എന്താണ്? ആൻഡമാനിന് ഏറ്റവും അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന രാജ്യം മ്യാൻമറാണ്. സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് ചെയർമാൻ ആരാണ്? മുഖ്യമന്ത്രിയാണ് സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് ചെയർമാൻ. കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചെയർമാൻ ആരാണ്? എ ഷാജഹാനാണ് കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചെയർമാൻ. സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ്റെ ചെയർമാൻ ആരാണ്? എ റഷീദാണ് സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ്റെ ചെയർമാൻ. കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ ആരാണ്? മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാരാണ് കേരള സംഗീത നാടക അക്കാദമിയുടെ ചെയർമാൻ. ആൻഡമാനിന് ഏറ്റവും അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ്? മ്യാൻമറാണ് ആൻഡമാനിന് ഏറ്റവും അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന രാജ്യം. മൗലിക അവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ്? ഏത് പാർട്ടിലാണ്? മൗലിക അവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 3 അഥവാ പാർട്ട് 3 മൗലിക അവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിലുള്ളത്. നിലവിൽ എത്ര മൗലിക അവകാശങ്ങളുണ്ട്? നിലവിൽ 6 മൗലിക അവകാശങ്ങളാണുള്ളത്. എത്രയാണ്? നിലവിൽ 6 മൗലിക അവകാശങ്ങളാണ് ഉള്ളത്. മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ പാലക്കാട് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരാണ്? ആനി ബസന്റ് ആണ് മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ പാലക്കാട് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത്. കപില എന്നറിയപ്പെടുന്ന കേരളത്തിലെ നദി ഏതാണ്? കബനിയാണ് കപില എന്നറിയപ്പെടുന്ന കേരളത്തിലെ നദി. കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്തത് ആരാണ്? കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്തത് നരേന്ദ്രമോദിയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്തത്. മൗലിക അവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഏതു ഭാഗത്താണ്? പാർട്ട് 3 മൗലിക അവകാശങ്ങൾ. നിലവിൽ എത്ര മൗലിക അവകാശങ്ങളുണ്ട്? 6 മൗലിക അവകാശങ്ങളാണ് നിലവിലുള്ളത്.
മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ പാലക്കാട് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരാണ്? ആനി ബസന്റ് ആണ് അധ്യക്ഷത വഹിച്ചത്. കപില എന്നറിയപ്പെടുന്ന കേരളത്തിലെ നദി ഏതാണ്? കബനിയാണ് കപില എന്നറിയപ്പെടുന്ന കേരളത്തിലെ നദി. കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്തത് ആരാണ്? നരേന്ദ്രമോദിയാണ് കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രി. ഇന്ത്യയുടെ ആത്മീയ തലസ്ഥാനം എവിടെയാണ്? വാരണാസിയാണ് ഇന്ത്യയുടെ ആത്മീയ തലസ്ഥാനം. എവിടെയാണ്? വാരണാസിയാണ് ഇന്ത്യയുടെ ആത്മീയ തലസ്ഥാനം. സൂര്യനിൽ നിന്നുള്ള അകലം അനുസരിച്ച് ഭൂമിയുടെ സ്ഥാനം എത്രാമതാണ്? ഗ്രഹങ്ങൾ സൂര്യനിൽ നിന്നുള്ള അകലം അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഭൂമിയുടെ സ്ഥാനം 3-മതാണ്. ചന്ദ്രനിൽ ഇറങ്ങിയ ആദ്യ ബഹിരാകാശ സഞ്ചാരി ആരാണ്? നീൽ ആംസ്ട്രോങ് ആണ് ചന്ദ്രനിൽ ഇറങ്ങിയ ആദ്യ ബഹിരാകാശ സഞ്ചാരി. സിയാൽ എന്നറിയപ്പെടുന്ന പാളി ഏതാണ്? ഭൂവൽക്കമാണ് സിയാൽ എന്നറിയപ്പെടുന്ന പാളി. ശിലാതൈലം എന്നറിയപ്പെടുന്നത് പെട്രോളിയമാണ്. എന്താണ്? ശിലാതൈലം എന്നറിയപ്പെടുന്നത് പെട്രോളിയമാണ്. ഇന്ത്യയുടെ ആത്മീയ തലസ്ഥാനം വാരണാസിയാണ്. സൂര്യനിൽ നിന്നുള്ള അകലം അനുസരിച്ച് ഭൂമിയുടെ സ്ഥാനം 3-മതാണ്. ചന്ദ്രനിൽ ഇറങ്ങിയ ആദ്യ ബഹിരാകാശ സഞ്ചാരി ആരാണ്? നീൽ ആംസ്ട്രോങ് ആണ്. സിയാൽ എന്നറിയപ്പെടുന്ന പാളി ഏതാണ്? ഭൂവൽക്കമാണ്. ശിലാതൈലം എന്നറിയപ്പെടുന്നത് എന്താണ്? പെട്രോളിയമാണ് ശിലാതൈലം എന്ന് അറിയപ്പെടുന്നത്. കാറ്റിനെക്കുറിച്ചുള്ള പഠനമാണ് അനിമോളജി. എന്താണ്? കാറ്റിനെക്കുറിച്ചുള്ള പഠനമാണ് അനിമോളജി. ഹരിത കേരള മിഷൻ ആരംഭിച്ച വർഷം എന്നാണ്? 2016 കേരളത്തിൽ ഹരിത കേരളം മിഷൻ ആരംഭിച്ചത്. എന്നാണ്? 2016 ഹരിത കേരളം മിഷൻ ആരംഭിച്ചത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപവൽകൃതമായ വർഷം ഏതാണ്? 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപവൽകൃതമായത്. എന്നാണ്? 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപവൽകൃതമായത്. ഹരിത കേരളം മിഷൻ ആരംഭിച്ചത് 2016. കാറ്റിനെക്കുറിച്ചുള്ള പഠനമാണ് അനിമോളജി. നമുക്ക് ഈ ചോദ്യങ്ങളെല്ലാം ഒന്നുകൂടി ആവർത്തിച്ച് നോക്കാം. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് പള്ളിവാസൽ. ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് പള്ളിവാസൽ. അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതലുള്ള വാതകം നൈട്രജൻ ആണ്. ക്ലോറിൻ വാതകം കണ്ടെത്തിയത് കാൾ ഷീലയാണ്. 2024 ലോകാരോഗ്യ ദിന പ്രമേയം എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം എന്നുള്ളതാണ്. 51ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയാണ്. സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡിൻ്റെ ചെയർമാൻ ആരാണ്? മുഖ്യമന്ത്രിയാണ്. കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചെയർമാൻ ആരാണ്? എ ഷാജഹാനാണ്. സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ എ റഷീദാണ്. കേരള സംഗീത നാടക അക്കാദമിയുടെ ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാരാണ്. ആൻഡമാനിന് ഏറ്റവും അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന രാജ്യം മ്യാൻമറാണ്. മൗലിക അവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഏതു ഭാഗത്താണ്? പാർട്ട് 3 അഥവാ ഭാഗം 3. നിലവിൽ എത്ര മൗലിക അവകാശങ്ങളുണ്ട്? നിലവിൽ 6 മൗലിക അവകാശങ്ങളാണ്. നേരത്തെ അത് 7 മൗലിക അവകാശങ്ങളായിരുന്നു. നമുക്കറിയാം സ്വത്തവകാശം ഇപ്പോൾ ഒരു മൗലിക അവകാശമല്ല. സ്വത്തവകാശം ഒരു നിയമ അവകാശമാണ്. അത് ആർട്ടിക്കിൾ 300A സ്വത്തവകാശം. അതുകൊണ്ട് തന്നെ നിലവിൽ എത്രയാണ്? നിലവിൽ 6 മൗലിക അവകാശങ്ങളാണ് ഉള്ളത്. 7ാമതായി ഉണ്ടായിരുന്ന സ്വത്തവകാശത്തെയാണ് മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും എടുത്ത് മാറ്റിയത്. മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ പാലക്കാട് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരാണ്? ആനി ബസന്റ് ആണ് മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ പാലക്കാട് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത്. കപില എന്നറിയപ്പെടുന്ന കേരളത്തിലെ നദി ഏതാണ്? കബനിയാണ് കപില എന്നറിയപ്പെടുന്ന കേരളത്തിലെ നദി. കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്തത് ആരാണ്? നരേന്ദ്രമോദിയാണ് കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്തത്. ഇന്ത്യയുടെ ആത്മീയ തലസ്ഥാനം എന്നറിയപ്പെടുന്നത് വാരണാസിയാണ്. സൂര്യനിൽ നിന്നുള്ള അകലം അനുസരിച്ച് ഭൂമിയുടെ സ്ഥാനം 3-മതാണ്. എത്രാമതാണ്? 3-മതാണ്. ചന്ദ്രനിൽ ഇറങ്ങിയ ആദ്യ ബഹിരാകാശ സഞ്ചാരിയാണ് നീൽ ആംസ്ട്രോങ്. സിയാൽ എന്നറിയപ്പെടുന്ന പാളി ഏതാണ്? ഭൂവൽക്കമാണ് സിയാൽ എന്നറിയപ്പെടുന്ന പാളി. ശിലാതൈലം എന്നറിയപ്പെടുന്നത് എന്താണ്? പെട്രോളിയമാണ് ശിലാതൈലം എന്നറിയപ്പെടുന്നത്.
കാറ്റിനെക്കുറിച്ചുള്ള പഠനമാണ് അനിമോളജി. എന്താണ്? കാറ്റിനെക്കുറിച്ചുള്ള പഠനമാണ് അനിമോളജി. ഹരിത കേരളം മിഷൻ ആരംഭിച്ചത് 2016 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപവൽകൃതമായ വർഷം 1885